ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എനിക്ക് സുഖം, എൻ്റെ ഹസ്ബൻഡിന് സുഖം. അപ്പോൾ ആയിരിക്കും നന്ദു എന്ത് ചെയ്യുന്നു? നന്ദു ഇവിടെ ഉണ്ട്. ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നേരം ആൾ ഉണ്ടാവത്തുള്ളൂ. ഇന്ന് പുള്ളി ഞാനാ. അപ്പോൾ ഇന്ന് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തംബ്ലൈൻ കണ്ടു കാണും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നതിന് അപ്പുറം ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതിനകത്ത് ഇങ്ങനെ ട്രെയിൻ പോലെ ഇടണ്ട, ഒരു വീഡിയോ ആക്കി ഇടാം എന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനത് കുറച്ച് പേർക്കൊക്കെ റിപ്ലൈ കൊടുത്തായിരുന്നു കേട്ടോ. അതിനകത്ത് തന്നെ കൊടുത്തായിരുന്നു. പിന്നെ ഞാനെല്ലാം ഡിലീറ്റ് ആക്കി. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട്, ചേച്ചി നിങ്ങളുടെ ലവ് മാരേജ് ആണോ? നിങ്ങൾ അടിപൊളിയാണ് കേട്ടോ. ലവ് യു ടു. ഇപ്പം ഞങ്ങളുടെ ലവ് മാരേജ് ആണ്. ഇത് ഇപ്പം പുതിയ വന്ന സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ ഫോളോവേഴ്സിനൊന്നും അറിയത്തില്ലായിരിക്കും. ഇപ്പം ഞങ്ങളുടെ ലവ് സ്റ്റോറി കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാലും ലവ് മാരേജ് ആണോ അല്ലയോ എന്നൊന്നും ആർക്കും അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെ ചോദിച്ചത്. അപ്പം ലവ് മാരേജ് ആണ് കേട്ടോ. പിന്നെ ഹെയർ സീക്രട്ട് കൂടി പറയാവോ ചേച്ചി? അത് ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു കേട്ടോ. പ്രൊമോഷൻ അല്ലാണ്ട് എന്തെങ്കിലുമൊക്കെ ഹെയർ സീക്രട്ട് പറഞ്ഞതാ, ജനിച്ചപ്പം മുതൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടു. അത് ഹെയർ കെയറിന്റെ വീഡിയോസ് ചെയ്യാൻ മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. കൂടുതലും അത് തന്നെയാണ്. അപ്പം ഞാൻ അത് പറയാം. മെയിനായിട്ട് എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഈ ഹെയറിൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ. കാരണം എൻ്റെ അമ്മയ്ക്ക് നല്ല മുടിയുണ്ടായിരുന്നു, എൻ്റെ അമ്മുമ്മയ്ക്ക് നല്ല മുടിയുണ്ടായിരുന്നു. അവരൊക്കെ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ മുടിയൊക്കെ കൊഴിഞ്ഞത്. അപ്പം എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച നാൾ തൊട്ട് എനിക്ക് നല്ല മുടിയുണ്ട്. കാരണം അത്യാവശ്യം ആ നടുഭാഗത്ത് തന്നെ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ സൂക്ഷിക്കത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കട്ട് ചെയ്ത് വിട്ടിരുന്നതാണ്. പിന്നെ ഞാൻ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വെച്ച് തന്നെ നല്ല രീതി ഷോർട്ടാക്കി പിന്നെ കിളിച്ചു വന്നതാണ്. അന്ന് ആ കാലത്ത് എൻ്റെ മുടി കിളിച്ചത് ചിലപ്പോൾ പാരമ്പര്യം കൊണ്ടാവാം, അല്ലാണ്ട് അമ്മ ഉണ്ടാക്കി തരുന്ന എണ്ണ, അത് കോക്കനട്ട് ഓയിലില്ലേ, അത് തന്നെ. പിന്നെ അല്ലാണ്ട് എന്തുവാ, വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അന്ന് ഈ പറഞ്ഞ പോലെ ഹെയർ ഗ്രോത്ത് സിറവോ ഷാംപൂ ആൻഡ് കണ്ടീഷണറോ അല്ല വേറെ എന്തെങ്കിലും കുന്ത്രാണ്ടങ്ങളോ ഒന്നും ഇല്ല. നമ്മുടെ നാട്ടിലുള്ളതും വീട്ടുകാരുടെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് എനിക്ക് ഹെയർ വളർന്നിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഞാനിപ്പം റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ വെല്ലിൻ്റെ ഡിവിൻ പ്രഭാകരൻ എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഹെയർ ഓയിൽ. അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് എനിക്ക് യൂസ് ചെയ്തിട്ട് പ്രൊമോഷൻ രീതി പറയല്ല കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഹെയർ ഫാൾ ഉണ്ടായിരുന്നു, അത് നല്ല രീതിയിൽ കുറഞ്ഞു. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ഹെയർ സീക്രട്ട്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ആ ഒരൊറ്റ ഓയിൽ മാത്രമാണ്. പിന്നെ ഡാൻഡ്രഫ് മാറാനുള്ള ഷാമ്പു അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വിഷ് കെയറിൻ്റെ BHA ഡാൻഡ്രഫിൻ്റെ ഒരു ഷാമ്പു, അതുമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ അല്ലാതെ ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യത്തില്ല, അത് വേറെ കാര്യം. ഞാൻ ഇതിൽ ഹോം റെമഡീസ് ഒന്നും യൂസ് ആക്കാറില്ല. കാരണം എൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആ ടൈമിൽ ഞാനൊരു വീട്ടിൽ ചുമ്മാ നമ്മളെല്ലാം താളിയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അന്ന് തേച്ചാണ്. പിന്നെ ഞാൻ തേച്ചിട്ടില്ല. അതല്ല, കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്ന സമയത്ത് എനിക്ക് അവിടുത്തെ വെള്ളം കാര്യങ്ങളൊന്നും പിടിക്കത്തില്ല. വെള്ളം ക്ലൈമറ്റ് സെയിം ആണെങ്കിൽ എനിക്ക് അവിടുത്തെ വെള്ളം പറ്റുന്നില്ലായിരുന്നു. അപ്പം എൻ്റെ ഹെയർ നല്ലപോലെ കൊഴിഞ്ഞായിരുന്നു. അവിടുന്ന് ഇങ്ങനെ ഓരോ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ കൊണ്ടുവന്നതാ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഹെയർ കെയർ, പ്രത്യേകിച്ചൊന്നും ഇല്ല. ഞാൻ ഇനി വേണമെങ്കിൽ ഞാൻ മറ്റേൻ്റെയൊക്കെ റിവ്യൂ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ഹെയർ കെയറിൻ്റെ ഇടാം. ഓൾഡ് പിക്കിൽ ഹെയർ ഒക്കെ അത്യാവശ്യം കേളായിരുന്നല്ലോ, ഇപ്പം നല്ല ചേഞ്ച് ഉണ്ട്, അതെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ എൻ്റെ പണ്ടത്തെ മുടി എന്ന് വെച്ചാൽ വടി മുടി ഉണ്ടല്ലോ, സ്ട്രെയിറ്റ് ആയിട്ടുള്ള. അപ്പോൾ പണ്ട് വീട്ടിൽ വരുന്നവരൊക്കെ പറയും ഈ വടി മുടി കണ്ണീരൊഴിയത്തില്ല, ദോഷവാന്നൊക്കെ പറയും. അപ്പം അത് കേട്ടിട്ട് എൻ്റെ അമ്മൂമ്മയൊക്കെ എന്ത് ചെയ്യും, നല്ലപോലെ മെടഞ്ഞിടും. പിന്നിടും അങ്ങനെ കിടക്കാൻ നേരത്ത് ഫുള്ള് പിന്നിട്ട് അങ്ങ് എൻ്റെ മുടി അങ്ങ് എപ്പോഴെല്ലാം മുറുക്കി പിന്നുമല്ലേ. നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് രാവിലെ പിന്നിട്ടുകൊണ്ടായിരിക്കും പോകുന്നത്. തിരിച്ച് വീട്ടിൽ വന്നിട്ട് കുളിച്ചിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും പിന്നിട്ട് കിടന്നുറങ്ങും. അപ്പം അതിൻ്റെ മുടി അങ്ങ് ചുരുണ്ടും. പിന്നെ പൊഴിയുമ്പോഴും, നമ്മുടെ മുടി നല്ലപോലെ പൊഴിയുമ്പോഴും ഈ കേളി ഹെയർ ആവും കേട്ടോ. എൻ്റെ അമ്മയുടെ എങ്ങനെയായിരുന്നു, അമ്മയുടെ നല്ല നീണ്ട മുടിയായിരുന്നു. അമ്മയുടെ പൊഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ലപോലെ തെറിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷെ എൻ്റെ മുടി സത്യം പറഞ്ഞാൽ സ്ട്രെയിറ്റ് ആണ് മുടി, ചെറിയൊരു വേവി ഉള്ളായിരുന്നു. ഇപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ ഞാൻ അങ്ങനെ പിന്നിടുന്നില്ല. എപ്പോഴും ഇങ്ങനെ ബൺ സ്റ്റൈൽ നമ്മൾ കെട്ടിയേക്കത്തില്ലേ, ഇങ്ങനെ ചുരുട്ടിയിട്ട് ബൺ സ്റ്റൈൽ വെക്കത്തില്ലേ, അത് മുടി കിളിക്കാൻ നല്ലതെന്നൊക്കെ ഓരോരുത്തർ പറയുന്നേക്കാം. ഞാൻ അങ്ങനെ വെച്ച് ഇപ്പം ഒരുവിധം മുടി എന്നാലും ഒരു വേവിയാണ്.
അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ബേബി പ്ലാൻ. ഇതേ ഉള്ളു. ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിനകത്തൊരു 80 ബേബി പ്ലാനെ കുറിച്ച് ചോദിച്ചോണ്ടാണ്. സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് ഞാൻ മടുത്ത്. ഇപ്പോഴേ ഇല്ല. ഞങ്ങൾ രണ്ടുപേരും കൊച്ചു പിള്ളേരാ. അപ്പൊ ഇപ്പോഴേ ബേബി പ്ലാൻ ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ BJSM മഠത്തിൽ തഴവ കുതിരപ്പന്തി, അവിടാണ് പഠിച്ചത്, കൊല്ലം കേട്ടോ. അടുത്ത ചോദിച്ചേക്കുന്നത്, നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കാറുണ്ടോ? അടി ഉണ്ടാക്കിയാൽ ആരാണ് ആദ്യം സോൾവ് ആക്കുന്നത്? അപ്പോൾ അടിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതിപ്പോൾ എല്ലായിടും ഉള്ളതല്ലേ. സ്നേഹം ഉണ്ടെങ്കിലല്ലേ അടി ഉണ്ടാവുള്ളൂ. അടി ഉണ്ടാക്കാറുണ്ട്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സോറി ഒന്നും പറയത്തില്ല. അടി ഉണ്ടാക്കി ചിലപ്പോൾ 2 റൂമിലായിരിക്കും. അടി ഉണ്ടാക്കിയിട്ട് പോകുമ്പോൾ ഇപ്പം ഞാൻ ആ വഴക്കുണ്ടാക്കി ഞാൻ ഇറങ്ങി അങ്ങ് പോകും. എന്നിട്ട് ഇപ്പം ഞാൻ ഹാളിൽ വന്നിങ്ങനെ ഇപ്പം ഇരിക്കാന്ന് വെച്ചോ, ആളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾ മുഖം നോക്കിപ്പോയാൽ ഞങ്ങൾ തമ്മിൽ ചിരിക്കും. ഇല്ലെങ്കിൽ മുഖത്ത് നോക്കാണ്ട് സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ കുഴപ്പമില്ല, ഞങ്ങൾ അപ്പം തന്നെ അങ്ങ് ചിരിക്കും. അപ്പം തന്നെ ആ വഴക്കിട്ടേ അങ്ങ് മറന്നു പോകും. എനിക്ക് പണ്ടേ ഉള്ള ഒരു സ്വഭാവമാണ്. എനിക്ക് ആരെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ആരെ ഇഷ്ടമല്ലെങ്കിൽ തന്നെ അവരെങ്ങാണ് എൻ്റെ മുഖത്ത് നോക്കി എന്തെങ്കിലും പറയുമ്പോൾ ഞാനങ്ങ് ചിരിക്കും, ഞാനങ്ങ് മറന്നു പോകും, പിണങ്ങി ഇരിക്കുമെന്ന്. അത് തന്നെയാണ് നന്ദു. ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരുപാട് നേരം പിണങ്ങിയിരിക്കത്തില്ല. 2 പേര് മാത്രമല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ, ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ +2 കഴിഞ്ഞ് ഒന്നിച്ചാണോ പഠിച്ചത്? ഞങ്ങൾ ഞങ്ങൾ +2 വരെയാണ് ഒരുമിച്ച് പഠിച്ചത്. +2 കഴിഞ്ഞ് ഒരുമിച്ചല്ല, ഞങ്ങൾ രണ്ടിടത്തായിരുന്നു. +2 വരെ എന്ന് വെച്ചാൽ ഒരുമിച്ചല്ല കേട്ടോ. ഏട്ടൻ നന്ദു കോമേഴ്സ് ആയിരുന്നു, ഞാൻ സയൻസും ആയിരുന്നു. അതിന് മുമ്പായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്, ഒരേ ട്യൂട്ടോറിലായിരുന്നു. ഇടയ്ക്ക് ഏട്ടൻ വന്ന് ഞാൻ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ആട്ടോ വിളിക്കുന്നത്. സ്നേഹം കൂടുമ്പോൾ ഞങ്ങൾ തമ്മിൽ 1 വയസ്സിൻ്റെ ഡിഫറൻസ് അല്ലേ ഉള്ളു. അപ്പം അങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കും. തടി വെക്കാത്തതാണോ അതോ ഡയറ്റാണോ? അയ്യോ, ഞങ്ങൾ ഡയറ്റ് ഒന്നും അല്ല കേട്ടോ. സമയമുണ്ടല്ലോ, നമുക്ക് പതുക്കെ വണ്ണം വെക്കാം. രണ്ടർക്ക് എന്തെങ്കിലും ആരോഗ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്, പതുക്കെ വണ്ണം വെക്കാം. ഒന്നാമത്തെ ഞങ്ങൾക്ക് നല്ല ഹൈറ്റാണ്. ഏട്ടൻ വന്നിട്ട് 195 ഉണ്ട്, ഞാൻ 195 ഞാൻ 175 അത്ര അങ്ങാണ്ടാണ് ഞങ്ങൾ തമ്മിലുള്ള ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾക്കില്ലേ എത്ര കഴിച്ചാലും ഞങ്ങളുടെ ശരീരത്തിൽ അത് കാണത്തില്ല, ഈ ഹൈറ്റ് ഉള്ളതുകൊണ്ട്. പിന്നെ 2 പേർക്കും വെയിറ്റ് ഉണ്ട് നല്ലപോലെ, ഹൈറ്റിനൊത്ത വെയിറ്റ് ഒക്കെ 2 പേർക്കും ഏകദേശം ഉണ്ട്. പക്ഷേ അത് ബോൺ വെയിറ്റ് ആണ് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ശരീരത്തൊന്നും അങ്ങോട്ട് കാണത്തില്ല. എല്ലാവരും ഇതന്നെ, ഞങ്ങൾ ഭയങ്കര ബോഡി ഷേമിങ് ആണ് ആൾക്കാർ. പക്ഷെ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. പതുക്കെ വണ്ണം വെക്കും. ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഡെലിവറി ഒക്കെ കഴിയുമ്പോൾ ഞാനും വണ്ണം വെക്കും, ആളും വണ്ണം വെക്കും. ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ എന്തായാലും 2 പേരും വെക്കും, അതെനിക്ക് ഉറപ്പാണ്. ചേച്ചിക്ക് ഷോർട്ട് ഹെയറിനോട് താല്പര്യമുണ്ടോ? എനിക്ക് നല്ല താല്പര്യമുണ്ട്, പക്ഷെ ഇവിടെ സമ്മതിക്കത്തില്ല. എൻ്റെ അപ്പായും സമ്മതിക്കത്തില്ല, ബ്രദർ സമ്മതിക്കത്തില്ല, അമ്മയും സമ്മതിക്കത്തില്ല, ഏട്ടനും സമ്മതിക്കത്തില്ല. എനിക്കത് ഷോർട്ട് ഹെയർ ആയിട്ട് വെട്ടണം എന്നൊക്കെ ഉണ്ട്, ആദ്യം തൊട്ട് വളർത്തണം എന്നൊക്കെ. അടുത്തത്, നിങ്ങളുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് എന്തായിരുന്നു? മാരേജ് കഴിഞ്ഞതിന് ശേഷം യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തല്ലോ. യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത് 50K ആയത് വല്ലാത്തൊരു ഫീലായിരുന്നു. പിന്നെ അത് പെട്ടെന്നായിരുന്നു. പിന്നെ ഫസ്റ്റ് റവന്യൂ വന്നപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. അതൊക്കെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ്. അല്ലാണ്ടൊന്നുമില്ല. ഉണ്ടോ? പെട്ടെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ചേട്ടനെ കുറിച്ചുള്ള അഭിപ്രായം? ചേട്ടൻ പാവമാണ്, നല്ലപോലെ നോക്കും, എന്നെ ഒരുപാട് മനസ്സിലാക്കും. വീട്ടിലെല്ലാവരും മനസ്സിലാക്കുന്ന പോലെ തന്നെ നന്ദു മനസ്സിലാക്കും, കൂടെ നിൽക്കും, എല്ലാത്തിനും ഒറ്റപ്പെടുത്തത്തില്ല. അതെനിക്ക് ഉറപ്പാണ്. അതാണല്ലോ നമുക്ക് വേണ്ടത്. എല്ലാവരും വീഡിയോ അടിപൊളിയായിട്ടുണ്ട്, വീഡിയോസൊക്കെ അടിപൊളിയാണ്, ഡാൻസ് വീഡിയോസൊക്കെ ഞങ്ങൾ ഡാൻസ് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ കളിക്കുന്നത്. ഞങ്ങൾ വീട്ടിൽ കിടന്ന് ചുമ്മാ ഇടുന്നതുള്ളൂ എങ്കിലും വീഡിയോസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ലല്ലോ. അത് നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. ഇനി 2 പേരും ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല. ഞാൻ 1 മാസം പഠിക്കാൻ പോയായിരുന്നു. ഏട്ടനൊന്നും പഠിച്ചിട്ടില്ല. ഞങ്ങൾ ഉമ്മ നടന്ന് കളിക്കുന്ന പോലെ കളിച്ചതാ. ഹെയർ സെറ്റ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടാണ്, എന്ത് ടൂളാണ് അത് പറയുന്നു? ടൂൾ ഏതാന്ന്? ഞാൻ അർബൻ യോഗിൻ്റെ ഹോട്ട് എയർ ബ്രഷ് ആണ് യൂസ് ചെയ്യുന്നത്. അതെന്തെങ്കിലും ഇതുപോലെ ഷൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് യൂസ് ആക്കാറുള്ളൂ. കാരണം അത് ടെമ്പററിക്ക് വേണ്ടി മാത്രമുള്ളതാണ്.
ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യത്തില്ല. നമുക്ക് എന്തെങ്കിലും ഒരു ദിവസത്തെ ഫംഗ്ഷൻ ആണെങ്കിൽ ആ സാധനം രാവിലെ യൂസ് ചെയ്തിട്ടൊക്കെ പോയാൽ അത്യാവശ്യം വൈകിട്ടാരും നിൽക്കും. നിങ്ങൾ വിയർക്കുന്നവരാണെങ്കിൽ, ഇവിടെയൊക്കെ വിയർക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഈ ഭാഗം എത്രയും പഴയതുപോലെ അങ്ങാവും. പിന്നെ മഴയൊക്കെ നനയുമ്പോഴൊക്കെ അതങ്ങ് പോകും. വെള്ളം തൊട്ടാൽ അപ്പോഴേ പോകും അത്. അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലപോലെ ഇരിക്കാൻ പറ്റും. എൻ്റെ ആ സാരിയുടെ വീഡിയോസിനകത്തൊക്കെ ഞാൻ യൂസ് ചെയ്ത് ആക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നല്ല മാച്ചാണ്, ഇങ്ങനെ ഇരിക്കാൻ എന്തെങ്കിലും ട്രിക്ക് ഉണ്ടോന്ന്? അയ്യോ അതറിയത്തില്ല. ട്രിക്ക് എന്തുവാ? സന്തോഷത്തോടെ ഇരിക്കുക, അത്രയല്ലേ ഉള്ളൂ. നല്ല കണ്ടന്റ് ഇട്ടിട്ടും എന്താ ഇൻസ്റ്റ റീച്ച് ആവാത്ത എൻ്റെ? അതൊന്നും എനിക്കറിയത്തില്ല എന്താന്ന്. അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം. അല്ലാണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ല. ചേട്ടൻ എങ്ങനെയാ ചേച്ചിയെ കിട്ടിയ? ലെറ്റ്സ് ടോക്ക് അബൌട്ട് യുവർ ലവ് സ്റ്റോറി. ലവ് സ്റ്റോറി എനിക്ക് പറയാം, ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ലവ് സ്റ്റോറി പറയാൻ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഇല്ല. കാരണം ഞങ്ങളുടെ ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഇതായത് കൊണ്ട് എനിക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. അത്രേ ഉള്ളൂ. എനിക്ക് കിട്ടിയത് സ്കൂളിൽ വെച്ചിട്ടാണ്. 9ാം ക്ലാസ്സിൽ 9 പകുതിയൊക്കെ ആയപ്പോഴാണ് കിട്ടിയത്, കളഞ്ഞു കിട്ടിയത്. ഡാൻഡ്രഫിന് എന്തെങ്കിലും ഹോം റെമഡി ഉണ്ടോ? ഉണ്ട്. തേങ്ങാപ്പാലില്ലേ, ഞാൻ എന്നെ ആട്ടോ നോക്കുന്ന, സോറി ഇവിടെ അല്ലേ നോക്കണ്ട. ഇഷ്ടം അപ്പം എല്ലാത്തിനും അത് ഞാൻ ഇങ്ങനെ ഇരിക്കുമല്ലയോ. തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. യൂസ് ചെയ്തിട്ട് ഒരു 1/2-3 മണിക്കൂർ വെച്ച് നല്ല തണുപ്പാട്ടോ അത് ചെയ്യുന്ന സമയത്ത്. അത് ഒരു മാസം ഒരു 3-4 വട്ടമൊക്കെ ചെയ്താൽ നല്ല ചേഞ്ച് ഉണ്ടാവും. എനിക്കതൊന്നും മെനക്കിടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പക്ഷെ 2 വട്ടം ചെയ്തപ്പോൾ നല്ല റിസൾട്ടായിരുന്നു. യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആയോ? ആയി. നിങ്ങൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്ന കാര്യം? എനിക്കറിയത്തില്ല. റിഗ്രറ്റ് അടിക്കാൻ മാത്രം ഒന്നുമില്ല. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യാറ്. റിഗ്രറ്റ് ഒന്നുമില്ല. എന്നാലും നിങ്ങൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് അടിക്കുന്ന കാര്യം? അത് കിട്ടിയില്ലല്ലോ, അങ്ങനെ. അങ്ങനൊന്നും ഇല്ലല്ലോ, നമ്മളെല്ലാം പ്ലാൻ ചെയ്തല്ലേ ചെയ്യാറ്. നമുക്കങ്ങനെ റിഗ്രറ്റ് അടിയൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. പ്ലാൻ ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ അതേതാ, ട്രിപ്പോ അതോ? ഒന്നുമില്ല, അങ്ങനൊന്നുമില്ല. ഡാൻസിങ് വീഡിയോ ഒക്കെ അടിപൊളിയായിരുന്നു, ഇനിയും വേണം. ഉണ്ടാവും. ചേച്ചി ഈ പിമ്പിൾസ് അതേപോലെ ഈ ഡാർക്ക് സ്പോട്ട് ഫേസിലൊക്കെ മാറ്റാൻ എന്താ ഒരു വഴി? നോക്ക് ഗൈസ്, എൻ്റെ മുഖത്ത് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം എൻ്റെ മുഖത്തും ഉണ്ട്. നോക്ക്, കണ്ടോ? ഇതൊക്കെ മാറ്റാൻ ഞാൻ ആരോട് ചോദിക്കുന്നു വെച്ചിരിക്കുക. നിങ്ങൾക്കറിയാമെങ്കിൽ എനിക്കൂടെ പറഞ്ഞ. എന്നെ ഒരു ക്വസ്റ്റ്യനെ, ലിപ്സ്റ്റിക് ഷെയ്ഡ് ഫാൻ ഗേൾ ആണ് കേട്ടോ എന്ന്. എനിക്ക് എൻ്റെ ലിപ്സ്റ്റിക് ഷെയ്ഡിന് ഭയങ്കര ഫാൻ ഗേൾസ് ആണ്. അതുപോലെ തന്നെ ഷെയ്ഡ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കുറേ വീഡിയോ ഇട്ടതാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് NYBയുടെ വെൽവെറ്റ് മോസി ലിപ്സ്റ്റിക്. ഷെയ്ഡ് വന്നിട്ട് സ്പൈസി റസ്റ്റ് 06. ഇതിൻ്റെ ലിങ്ക് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം യൂട്യൂബിനകത്ത് പർപ്പിളിൻ്റെ ലിങ്ക്, പർപ്പിളിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. പർപ്പിളിൽ മാത്രമേ ഉള്ളെന്ന് തോന്നി, ഞാൻ വേറെ എങ്ങും കണ്ടിട്ട് ഞാൻ വീണ്ടും അങ്ങോട്ട് നോക്കുന്നു. പർപ്പിളിൽ ഞാൻ ആണ് വാങ്ങിച്ചത്, വേറെ എന്തിനകത്തും എനിക്കിത് കിട്ടിയിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ തരാം. അതായത് ഇൻസ്റ്റഗ്രാമിലോ വല്ലതും NYBയുടെ ലിങ്ക് ഉണ്ടോയെന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പർപ്പിൾ ഉണ്ടെങ്കിൽ അതടിച്ച് നോക്കിയാൽ പോരെ, അതിനകത്ത് നോക്കിയാൽ മതി. പിന്നെ വേറെ വന്നിട്ട് ഇവിടെയൊക്കെ കടപ്പുണ്ടായിരുന്നു. വേണ്ടേ, ഇതിൻ്റെ എല്ലാം മാഞ്ഞു പോയി. ഇത് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വൗ ലിപ്സ്റ്റിക്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇതിനകത്തില്ല. ഇതിൻ്റെ ലിങ്ക് വേണേൽ ഞാൻ കൊടുക്കും. ഇത് അത്യാവശ്യം നല്ല ന്യൂഡാണ്. കണ്ടോ, തുറന്നു കാണിക്കാം. കണ്ടോ, നല്ല ന്യൂഡാണ്. ഹെയർ പെട്ടെന്ന് വളരാനുള്ള സീക്രട്ട് അത് പറഞ്ഞപ്പോഴാണ്. നിങ്ങൾ ഈ തലയിലും മുഖത്തൊക്കെ വാരി തേക്കുന്നതിലും എന്ത് ബെറ്റർ ആണെന്നറിയോ? നിങ്ങൾ ഉള്ളിൽ അതെല്ലാം കഴിക്കുന്നു. മീൻസ് അങ്ങനെ എടുത്ത് തിന്നാനല്ല കേട്ടോ, സ്കിൻ അല്ല ഹെയർ കെയർ പ്രോഡക്റ്റ് അങ്ങനെ എടുത്ത് തിന്നാനല്ല. അല്ലാണ്ട് ഹെയറിന് വേണ്ടതും
സ്കിന്നിന് വേണ്ടതും ഒക്കെ നിങ്ങൾ ഗൂഗിളിൽ ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് കിട്ടും. അങ്ങനത്തെ ഈ ഇലക്കറികളൊക്കെ ഇല്ലയോ, ഇലത്തോരനൊക്കെ, മുരിങ്ങയില, സാമ്പാർ ചീര, പിന്നെ പൊന്നാങ്കണ്ണിയോ, അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ തലമുടിക്കും കണ്ണിനും ഒക്കെ നല്ലതാണ്. അതൊക്കെ വെച്ച് ഉണ്ടാക്കി തിന്നെ, അതൊക്കെ നല്ലതാണ്. ഹെയറൊക്കെ നല്ല സ്ട്രെങ്തനായിട്ട് വളരും. എൻ്റെ വീട്ടിൽ അതൊക്കെ ആയിരുന്നു. അമ്മയൊക്കെ ഇങ്ങനെ ഇതൊക്കെ കഴിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് എനിക്ക് വന്നത്, പെട്ടെന്ന് കിളിച്ചത് ഫുഡിലൂടെ. ഫേസും അതേപോലെ തന്നെ നല്ല ഈ ABC ജ്യൂസിനോടൊന്നും ഞാൻ പറയുന്നില്ല അതങ്ങനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെന്നൊന്നും, അല്ല കഴിക്കണമെന്ന്. അതൊക്കെ നല്ലതാണോ, എപ്പോഴും കഴിക്കുന്നത് നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല. അല്ലാണ്ട് നിങ്ങൾക്ക് വല്ലപ്പോഴും ക്യാരറ്റ് ജ്യൂസോ ബീട്രൂട്ട് ജ്യൂസോ ഈ നെല്ലിക്കയൊക്കെ രാവിലെ വെറും വയറ്റിലെ നെല്ലിക്കയൊക്കെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാ. നിങ്ങൾക്ക് നല്ല ഗ്ലോയി സ്കിൻ കിട്ടും. പിന്നെന്തുവാ, നട്ട്സൊക്കെ തിന്നുന്നത് നല്ലത്. ഓവർ ആവരുത്. കപ്പലണ്ടി ഒന്നും ഓവറായിട്ട് വലിച്ചു വരരുത്, തിന്നരുത്. അതൊക്കെ കുരു വരും. പിന്നെ മാങ്ങ ഒരുപാട് തിന്നുമ്പോൾ കുരു വരും. പഴുത്ത മാങ്ങ തിന്നുമ്പോൾ കുരു വരും. എനിക്ക് വരും കേട്ടോ. പിന്നെന്തുവാ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ ഫുഡും കൂടെ ഒക്കെ കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക. അടുത്തത്, മാരേജ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുമോ? അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബ്രോ, ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊരു വല്ലാത്ത ഫോട്ടോസാണ്. കാരണമേ എനിക്കെൻ്റെ മേക്കപ്പ് ഓക്കെ ആയിരുന്നേ. എൻ്റെ കല്യാണത്തിൻ്റെ വെളുപ്പിനെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു. അത് അടുത്ത മാസം 1 വർഷമാകുക കല്യാണം കഴിഞ്ഞിട്ട്. കറണ്ട് ഇല്ലായിരുന്നു ആ ഒരു വെളുപ്പിനെ ടൈമിൽ. അതുകൊണ്ട് ഞങ്ങൾ ഇരുട്ടത്തിരുന്ന ഒരുങ്ങി. കാരണം ഫോണിൻ്റെ വെട്ടൻസ്, പക്ഷെ എൻ്റെ ഷെയ്ഡ് അപ്പോൾ കറക്റ്റായില്ല. ഇച്ചിരി കൂടെ ഞാനങ്ങ് വെളുത്ത് പാണ്ടായിപ്പോയി. അതുകൊണ്ട് എനിക്ക് എൻ്റെ ലുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഓക്കെ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ ക്യാമറയ്ക്കകത്തൂടെ എടുത്ത് കുറച്ചുകൂടെ വെളുപ്പ് കൂട്ടിയപ്പോഴത്തേക്ക് ഞാൻ ഒരുമാതിരി അല്ലാണ്ടിരിക്കും. ചേച്ചി ഓച്ചറ വന്നായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട്. നിങ്ങൾ വീടിൻ്റെ അടുത്തല്ലേ, വരും. നിങ്ങളുടെ റീൽസൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയാണ്. താങ്ക് യു. യുവർ ബ്യൂട്ടി സീക്രട്ടോ? ഇപ്പം എൻ്റെ സീക്രട്ട് പുറകെ ഇരിക്കുന്ന റിംഗ് ലൈറ്റാണ്. അത് ഓഫ് ചെയ്താൽ തീർന്നു. ചേച്ചിക്ക് ഹെയർ അഴിച്ചിടുന്നതാണോ അതോ പിൻ ചെയ്തതാണോ കംഫർട്ട്? പിന്നിടുന്നതാണ് കംഫർട്ട്. അതാകുമ്പോൾ മുടിയൊന്നും പറന്നിങ്ങനെ അലങ്കോലമാവത്തില്ലല്ലോ. വണ്ടിയിലൊക്കെ പോകുമ്പോൾ പിന്നിടുന്ന ഇഷ്ടം. പിന്നെയല്ല, കെട്ടി പണ്ണ രീതിയിലൊക്കെ കെട്ടിയിടുന്ന ഇഷ്ടം. ഹസ്സിൻ്റെ ഹൈറ്റ് എത്രയാണ്? ഞാൻ പറഞ്ഞായിരുന്നു 195. അതിൽ കൂടുതൽ കാണും. ഇത് താഴത്തില്ല. ചേച്ചി ഏട്ടനെ കണ്ടത് എപ്പോഴാണ്? ഫസ്റ്റ് മീറ്റ് ചെയ്തത് എപ്പോഴാണ്? ഫസ്റ്റ് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. 9ാം ക്ലാസ്സിൽ ട്യൂട്ടോറി വെച്ചാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് NCCയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങോട്ടാണ് നോക്കുന്നത്. NCCയിലുണ്ടായിരുന്നു. അങ്ങനെയും കാണാമല്ലോ. ഒരാൾ വേണ്ട എന്നെ ഇതാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയെ എന്തുവാ, ചേച്ചി ഫുഡൊന്നും ഓവർ കഴിക്കണ്ട, സ്ലിം ബ്യൂട്ടിയാ നല്ലതെന്ന്. എനിക്കിഷ്ടപ്പെട്ടു. എപ്പോഴും നിങ്ങൾ പോസ്റ്റ് കാണുമ്പോൾ എൻ്റെ ലൈനെ ഓർമ്മ വരുമെന്ന്. ഒരുപാട് പേര് ഇത് തന്നെ പറഞ്ഞേക്കുന്നത്. എൻ്റെ എക്സ് ലവറിൻ്റെ കൂട്ടിരിക്കുക, എൻ്റെ ലവറിൻ്റെ കൂട്ടിരിക്കുക, ഇത് തന്നെ. എപ്പോൾ ക്വസ്റ്റ്യൻ ഇട്ടാലും ഇത് തന്നെ എല്ലാവർക്കും പറയാൻ. എച്ചങ്ങ് തേച്ച് മസ്കാരയൊക്കെ. ചേച്ചി എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നും ഫുഡൊന്നും കഴിക്കാറില്ലേ? ഞാനിപ്പോൾ അങ്ങോട്ട് മോട്ടിവേറ്റ് ആയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അതങ്ങ് കളഞ്ഞ്. ഞാൻ ഫുഡൊക്കെ കഴിക്കാറുണ്ട്. സ്ലിം ബ്യൂട്ടി ആവാനാ. റീൽ എഡിറ്റ് ചെയ്യാൻ ആളെ ആവശ്യമുണ്ടോ? ഇപ്പോൾ ഒരാളുണ്ട് ഓൾറെഡി. 1 അല്ല 2 പേരുണ്ട്. പിന്നെ ഞാനും ചെയ്യും. ഞാൻ പിന്നെ കൂടുതലല്ലാത്ത വീഡിയോസ്, ഷോർട്സ് നമ്മൾ എടുത്തില്ലേ, അതൊക്കെ ഞാൻ കൂടുതൽ ചെയ്യുന്നത് ഇപ്പം. നമ്മുടെ അല്ലാത്ത റീൽസൊക്കെ ചെയ്യാൻ ഇപ്പം 2 പേരുണ്ട്. മെയിനായിട്ടൊരുത്തനുണ്ട്. ഇപ്പം എന്തായാലും വേണ്ട, ഞാൻ പറയാം. നിങ്ങളുടെ ഹൈറ്റ് ഡിഫറൻസ് നല്ല രസമാണ്. ആണാണ്, എനിക്കത് ഇഷ്ടമാണ്. ഏട്ടൻ എങ്ങനെ പൂക്കിയാണോന്ന്? ഏട്ടൻ കേൾക്കണ്ട. പൂക്കിയൊന്നുമല്ല, വീഡിയോക്കകത്ത് പൂക്കിയായിരുന്നേ ഉള്ളൂ ചില സമയത്ത്, അല്ലാത്തപ്പോൾ പൂക്കിയല്ല. അഡ്വാൻസ് ഹാപ്പി ആനിവേഴ്സറി. താങ്ക് യു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അത് തന്നെ. കുഴപ്പമില്ല. ഡു യു ഹാവ് കിഡ്സ്? വേറെ ചേച്ചിയുടെയും ചേട്ടന്മാരുടെയൊക്കെ മക്കളുണ്ട്.
അല്ലാണ്ട് എനിക്കില്ല. എനിക്ക് ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. കണ്ണൂർ വരാറുണ്ടോ? ഒന്ന് കാണാൻ വേണ്ടിയാണ്. കണ്ണൂർ നമുക്ക് ഒരു ഷൂട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡേറ്റ് ഒന്നും കൺഫേം ആയിട്ടില്ല. മഴയൊക്കെ ഉണ്ടോ അവിടെ? ഇവിടെ ഇന്ന് മഴയേ ഇല്ലായിരുന്നു. രാവിലെ ഉണ്ടായിരുന്നു, പിന്നെ വെയിലുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ ഉള്ള തുണിയുടെ അവിടെ പറക്കിയിട്ട് കഴുകുകയും ഉണക്കുകയൊക്കെ ചെയ്തുള്ള വെയിലത്ത്. മാരേജ് മൊമെന്റ്സ് ഒക്കെ പറയാമോ? മാരേജ് മൊമെന്റ്സ് എന്താ, ഒരു പ്ലാനിങ് അല്ല, നമ്മളൊരു പ്രതീക്ഷിക്കാത്ത ഒരു കല്യാണമായിരുന്നു ഞങ്ങളുടെ. 1 മാസം അല്ല 1.5 മാസം കൊണ്ട് പെട്ടെന്ന് എല്ലാം തട്ടിക്കൂട്ടി എല്ലാ പരിപാടി ഞങ്ങളൊക്കെ വൻ ഹൈപ്പി വെച്ചിരുന്ന കല്യാണമാണ്. പക്ഷെ അത് ചില സാഹചര്യം കൊണ്ട് നമുക്ക് പെട്ടെന്ന് നടത്തേണ്ടി വന്നു. എന്നാലും നല്ലതായിരുന്നു. ചേച്ചിയുടെ കണ്ണ് ഹൈലൈറ്റ് ആണ് കേട്ടോ. താങ്ക് യു. ഇതിനകത്ത് കുറേ പേര് അത് പറഞ്ഞു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. ഹലോ ചേച്ചിയും ചേട്ടൻ, ഐ എം യുവർ ബിഗ് ഫാൻ. ഞാൻ എല്ലാ വീഡിയോസും കാണും. നിങ്ങൾ ക്യൂട്ട് കപ്പിൾസ് ആണ് കേട്ടോ. താങ്ക് യു. സൺസ്ക്രീൻ വന്നിട്ട് ഞാൻ ഡോട്ടാൻകിൻ്റെ വിറ്റാമിൻ സി സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ. ഇപ്പം മഴയല്ലേ, ഇപ്പം അതിൻ്റെ ആവശ്യമേ ഇല്ല. മൈ ഗേൾ ആസ്കിങ് ദാറ്റ് വാട്ട്സ് യുവർ ബ്യൂട്ടി സീക്രട്ട്. എനിക്കറിയത്തില്ല. ചേച്ചിയുടെ ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത്? യു ലുക്ക് സോ ക്യൂട്ട്. ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ എടുക്കുന്ന കൂടുതലും സ്റ്റുഡിയോയിൽ നിന്നാണ് വാങ്ങിക്കാറ്. ഒരു ബൾക്ക് അങ്ങ് പോയി അങ്ങ് എടുക്കും. ഇതുപോഴൊക്കെ പോകണ്ടല്ലോ. പിന്നെ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഓരോ റിവ്യൂ ചെയ്യത്തില്ലേ ഡ്രസ്സിൻ്റെ ഒക്കെ. അപ്പോൾ അതൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതും ഓൺലൈനായിട്ട് ഓർഡർ ആക്കും. അതിൻ്റെയൊക്കെ ലിങ്കൊക്കെ ഞാൻ കൂടുതലും ഷോർട്സ് വീഡിയോസിനകത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ചേച്ചിനെ കാണാനൊക്കെ നല്ല സുന്ദരിയാ. താങ്ക് യു. എല്ലാവരും അതാണോ പറയുന്നത്? எப்படி இவ்வளோ ഗ്ലോവായി இருக்கேன் പറയത്തില്ല. ചേച്ചി അടിപൊളിയാട്ടോ, നല്ല കപ്പിൾസാണ് നിങ്ങൾ. താങ്ക് യുടാ. താങ്ക് യു. ചേച്ചിയുടെ ഹെയർ ബ്യൂട്ടിയാണ്. ഇതിപ്പോൾ ക്വസ്റ്റ്യന് പോരെ, എല്ലാവരും അല്ലാണ്ടൊക്കെ ആണല്ലോ. അയ്യോ, ബർത്ത്ഡേ വിഷസ് അയച്ചിട്ട് ചേച്ചി കണ്ടില്ല. യു ബോത്ത് പ്രൂവ്ഡ് ഓൾ പ്രോമിസസ് ആർ നോട്ട് ഫേക്ക്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ബർത്ത്ഡേ വിഷസിൻ്റെ കാരണം ഒരുപാട് ഞാൻ വിചാരിക്കുന്നില്ല അപ്പോഴും മെസ്സേജ് എനിക്ക് വന്ന് എനിക്കെല്ലാം കൂടെ അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുത്തു. അറിയാത്തവരും അറിയുന്നവരൊക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തു. ചിലതൊക്കെ വിട്ടു പോന്നെയാ, സോറി. ചേച്ചി ഞാൻ എപ്പോഴും മെസ്സേജ് ആക്കും, റിപ്ലൈ ആക്കാറില്ല. കണ്ടില്ലടോ. തലമുടിയൊക്കെ കെട്ടി വെച്ചോട്ടോ, ഭയങ്കര ചൂട്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ ഇതിനെക്കുറിച്ച് വന്നു. വൈ യു സ്റ്റോപ്പിംഗ് മോഡലിംഗ്? ഞാൻ ഇതിന് നേരത്തെ ഒരു റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു ചില വീഡിയോസിലൊക്കെ. ഞാൻ കല്യാണത്തിന് മുന്നേ വിചാരിച്ചൊരു കാര്യമാണ്, ഞാൻ കല്യാണം കഴിഞ്ഞ് എന്തായാലും ഇനി മോഡലിംഗ് ചെയ്യത്തില്ല എന്ന്. എനിക്ക് അതിനോട് താല്പര്യമില്ല, അതേ ഉള്ളൂ. അല്ലാണ്ടൊന്നും അല്ല കേട്ടോ. എൻ്റെ എക്സിനെ പോലെ ഉണ്ട് കാണാൻ. ആയിരിക്കും. ഹെയറിന് ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാ? ചേച്ചി ഹെയറിന് വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. മാസത്തിൽ വല്ലപ്പോഴും പോയി ഒരു സ്പാ ചെയ്യും, അല്ലാണ്ട് വേറെ ഒന്നും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ഹെയർ ടൂൾ ഇരിപ്പുണ്ട്, ഹോട്ട് ഹെയർ ബ്രഷ് ഇരിപ്പുണ്ട്. അത് പിന്നെ സെറ്റ് ചെയ്ത് എവിടെയെങ്കിലും പോകാൻ നേരത്തോ ഷൂട്ടോ എല്ലാം ഉണ്ടെങ്കിലോ ചെയ്യും. യൂസ് ചെയ്യുന്ന ഓയിൽ ഇപ്പം ഹെയർവെല്ലിൻ്റെ ഓയിലാണ്. മേക്കപ്പ് ഇടാതെ യുവർ ഫേസ് ഒന്ന് കാണണമെന്നുണ്ട്. ഇതാ കണ്ടു, മേക്കപ്പ് എന്ത് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റ് അടിക്കുന്നോട്ടാ ഇത്രയും മുഖത്ത് ഇത്രയും ബ്രൈറ്റ് തോന്നുന്നത്. ഞാൻ ആരുടെയും പേര് വിളിച്ചിട്ടല്ല കേട്ടോ പറഞ്ഞേക്കുന്നേ. സുഖമല്ലേ ചേട്ടനും ചേച്ചിക്കും? സുഖമാണ് ചേച്ചി. ഞാൻ എന്നും ചോദിക്കാറുണ്ട്, ചേച്ചി ഇതുവരെ റിപ്ലൈ തന്നിട്ടില്ല. സോറിടാ. BGSM കുറിച്ച് എന്താ പറയാനുള്ളേ? എന്തോ നമ്മുടെ സ്കൂളിനെ കുറിച്ച് എന്താ പറയാനുള്ളേന്ന്? വളരെ നല്ലൊരു സ്കൂളാണ്. ഞങ്ങള് പഠിക്കുമ്പോ അറിയത്തില്ല, കാരണം നമ്മളോട് ഇല്ലല്ലോ. അതെ. അപ്പൊ പറഞ്ഞു സ്കൂളിനെ പറ്റി. BGSM സ്കൂൾ വളരെ നല്ലൊരു സ്കൂളാണ്. സ്കൂൾ മാത്രമല്ല, അവിടുത്തെ അധ്യാപകരായാലും ഞങ്ങള് പഠിക്കുന്ന സമയത്ത് ഒരു നല്ല നല്ല ടീച്ചർമാരൊക്കെയാണ്. പിന്നെന്താ, ടീച്ചർമാരും സാറന്മാരും എല്ലാം നല്ല കൂട്ടുകാരെയൊക്കെ കിട്ടി. ഇങ്ങോട്ട് നോക്കി പറയണേ, ഞാനിപ്പോഴും എന്നെ നോക്കിയാ പറയത്തുള്ളൂ.
ബാക്കിയുള്ള നല്ലൊരു ആംബിയൻസാ, നല്ലൊരു സ്കൂൾ, നല്ലൊരു ഇപ്പൊ ആംബിയൻസ്. നമുക്ക് എന്താന്ന് അറിയത്തില്ല, നമ്മളിപ്പോ പഠിച്ചിറങ്ങിയിട്ട് 5 വർഷമാവുന്നു. 5 വർഷമായിട്ട്. ഇനി ഹോസ്പിറ്റൽ കേസ് അല്ലാതെ എപ്പോഴും ചാലപ്പുഴയിൽ വരുന്നേ? നമ്മൾ അതിനകത്ത് ചോദിച്ചിട്ടുണ്ട് കുട്ടനാട് വരുമോ, നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കുട്ടനാട് വരുന്ന കാര്യം. വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം പണ്ടെങ്ങോട്ട് പോയതാ ഞാൻ, എനിക്ക് വരണമെന്നൊക്കെ ഉണ്ട്. ഉടനെ എന്തായാലും വരും. വരുമ്പോ ഒരു സ്റ്റോറിയോ കാര്യങ്ങളൊക്കെ എന്തായാലും മുന്നറിയിപ്പ് തരുന്നതായിരിക്കും. അതെ, നമ്മള് യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. യു ആർ പ്രഗ്നന്റ് എന്ന്. നീയോ? ഞാനാ? ലൈഫിലെ ഫേവറേറ്റ് മൊമെന്റ്? രണ്ടുപേരും ഒരുമിച്ച് എവിടെയെല്ലാം കറങ്ങാൻ പോകുന്നത്. ഇതുവരെ പോലുള്ള എല്ലാം ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളല്ല. ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കും, വീണ്ടും പോകാൻ തോന്നും. അപ്പം അതുകൊണ്ട് ഇപ്പോഴും അത് തന്നെ, അടുത്ത മാസത്തേക്ക് വേണ്ടിയുള്ള സെറ്റപ്പ് ഇപ്പോഴേ ചെയ്തു തുടങ്ങി. ഇനി പോകണം എന്നുള്ളത്. ഇപ്പൊ തന്നെ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ കുട്ടനാട് പോകുന്ന കാര്യം, അതൊക്കെ തന്നെ. ഏട്ടന്റെ ഫേവറേറ്റ് കാറ് പറയോ? അത് അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക പറയാന്ന്. പോർഷെ 911 എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയത്തില്ല, എന്നാലും ഇഷ്ടപ്പെട്ട കാറില്ലേ ചോദിച്ചേ, പോർഷ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഒരു വീഡിയോ എന്നിട്ടുള്ളൂ, പോർഷ 911. ചേച്ചിയുടെ നെയിൽ പോളിഷ് ഷോ ആക്കണോന്നോ? എനിക്ക് നെയിൽ പോളിഷ് ഇല്ല, ഞാൻ നെയിൽ വളർത്തുമ്പോ മാത്രമേ ഉള്ളൂ അങ്ങനെ ഇടുന്നത്. സിവിക്ക് നിങ്ങളുടെയാണോ? അങ്ങനെയും പറയാം. എന്റെ ബ്രദർ എടുത്ത കാറാണ്. അളിയന്റെ വണ്ടി. ചേച്ചി ഇപ്പോ ചേട്ടന്റെ കൂടെ ഹാപ്പി ആണോ? ആണ്. അതിന്റെ നെറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൊണ്ടു. വേണ്ടേ? ടെൽ യുവർ ഹസ്ബൻഡ് ദാറ്റ് ഹീ ഈസ് മൈ ഫേവറേറ്റ്. നീ അയാളുടെ ഫേവറേറ്റ് ആണെന്ന്. ലോങ് വീഡിയോ ഇപ്പൊ ചെയ്യല് കുറവാണല്ലോ. മെയിനായിട്ടും ഞങ്ങൾക്ക് ഈ ഒരു ഒറ്റ ഫോണേ ഉള്ളൂ, ഇതിനകത്താണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം. ഇതിനകത്ത് ലോങ് വീഡിയോ എടുക്കാൻ മെയിനായിട്ടും ഉള്ള സ്പേസ് ഇല്ല, അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ചോദിക്കും ഈ ഒരു വീഡിയോ, ഇതും ഒരുപാട് ടൈം എടുത്തൊക്കെ തന്നെയാണ് ചെയ്തതും. ഒരുപാട് പഴയ വീഡിയോസും ഫോട്ടോസും എല്ലാം ക്ലിയർ ചെയ്തും വേറെ സാധനത്തിലോട്ട് മാറ്റിയും ഒക്കെ സ്പേസ് കണ്ടെത്തിയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ലോങ് വീഡിയോ എടുക്കാൻ ലാഗ് വരുന്നത്. ഷോർട്സ് ആകുമ്പോൾ കുഴപ്പമില്ല. ചേച്ചി സ്കിൻ ബ്രൈറ്റൻ ആയല്ലോ, ഗ്ലൂട്ടാത്തോൺ യൂസ് ആക്കണുണ്ടോ? ഇന്ത്യയിൽ പറഞ്ഞു തരുമോ ഒന്ന് ട്രൈ ചെയ്യാനാണ്. ഈ DP കാണുന്ന ആളാണെങ്കിൽ ആൾക്ക് നല്ല ബ്രൈറ്റ് ഉണ്ട് ഫേസിലല്ലേ? ഇല്ലില്ല, ഞാനതൊന്നും ചെയ്യുന്നൊന്നുമില്ല, അതൊക്കെ ഭയങ്കര പൈസയല്ലേ. അല്ലാണ്ടൊന്നും ചെയ്യുന്നില്ല. അല്ലാണ്ട് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. മോയ്സ്ചറൈസർ രാവിലേക്ക് മോയ്സ്ചറൈസർ ഇടുന്നുണ്ട്, ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്. മേൽപ്പറഞ്ഞ സാധനമൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഇത് ഇടയ്ക്കൊക്കെ ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. പക്ഷെ ചിലപ്പോഴേ പുള്ളിക്കാരൻ്റെ സ്കിന്ന് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ചേഞ്ച് ആകുമ്പോൾ ചിലപ്പോൾ ഇട്ടേക്കുന്ന പ്രോഡക്റ്റ് പിന്നെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ പിമ്പിൾ വരും. അതുകൊണ്ട് ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി, യൂസ് ചെയ്യാറില്ല. അതുകൊണ്ട് ഇപ്പൊ വെയിലൊന്നും അധികം കൊള്ളാത്തോണ്ട്. പിന്നെ ഈ ലൈറ്റിന്റെ വെട്ടത്തിരിക്കുന്ന അത് മെയിൻ. ഞാൻ മുമ്പ് എത്ര വട്ടം ഇപ്പൊ പറഞ്ഞറിയോ, ഈ സീക്രട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ ലൈറ്റിന്റെ വെട്ടത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഈ കാണുന്ന ഷെയ്ഡിന്ന് ഒരു ഷെയ്ഡ് കുറവാണ്, 1-2 നല്ല വ്യത്യാസമുണ്ട് ലൈറ്റ് ഇരിക്കുന്നതിന്റെ. ഞാൻ ഫിൽറ്റർ ആണോ എന്നൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട്. ഫിൽറ്റർ ഒന്നുമല്ല, നമ്മൾ ഐഫോൺ യൂസ് ചെയ്യുന്ന കൊണ്ട് ഫിൽറ്ററിന്റെ ഒന്നും ആവശ്യമില്ല. നോർമൽ ക്യാമറയ്ക്കകത്ത് തന്നെ ഈ ലൈറ്റ് വരുന്നോണ്ടുള്ള ഒരു ഇതേ ഉള്ളൂ. ഹെയർ സിൽക്കോ സോഫ്റ്റ് ഷൈനായിട്ട് കിടക്കുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഷാംപൂ, വിഷ് കെയറിൻ്റെ ഡാൻഡ്രഫ് ഷാംപൂ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡവിൻ്റെ ഹെയർ മാസ്ക് ഉണ്ടല്ലോ, അത് ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാം. പിന്നെ ഹെയർ സിറം ഉണ്ടല്ലോ, സ്ട്രെസ്സിൻ്റെ ഹെയർ സിറം, ഇതൊക്കെയാണ് ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്യുന്നത്. ചില കാര്യത്തിലെല്ലാം ഞങ്ങൾക്ക് ഒരേ പ്രോഡക്റ്റാണ്. അതിപ്പോൾ ഡ്രസ്സായാലും എല്ലാം. ഡ്രസ്സ്, ഷാംപൂ, പിന്നെന്താ സിറം. ഇനിയും ഡാൻസ് വീഡിയോ ഒക്കെ ഇടണേന്ന് കേട്ടോ. ചെയ്യും ഡാൻസ് വീഡിയോ ഇനി റിപ്പോർട്ടും ചെയ്യും. അപ്പോൾ ഗൈസ്, ഇതിനകത്ത് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒട്ടുമിക്ക എല്ലാം സെയിം ക്വസ്റ്റ്യൻസാണ്. ഹെയറിനെ കുറിച്ചും സ്കിൻ കെയറിനെ കുറിച്ചും നമ്മുടെ ലവ് സ്റ്റോറിയെ കുറിച്ചും പിന്നെന്തുവാ
അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയതായിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതോടെ നിർത്തുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, പിന്നൊന്നില്ല. പിന്നെ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.